പ്രിയപ്പെട്ടവരെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കടുംവെട്ടിൽ വിവരാവകാശ കമ്മീഷന്റെ നിർണായക വിധി ഇന്നാണ്. രാവിലെ 11 മണിക്ക് കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീമാണ് വിധി പറയുക. റിപ്പോർട്ടിലെ 49 മുതൽ 53 വരെയുള്ള പേജുകൾ ചട്ടവിരുദ്ധമായി ഒഴിവാക്കിയെന്ന പരാതിയിലാണ് ഉത്തരവ്. റിപ്പോർട്ടർ പ്രതിനിധി ആർ റോഷിപാൽ ഉൾപ്പെടെയാണ് പരാതി നൽകിയത്. നമുക്കിപ്പം റോഷിപാൽ തന്നെ ചേരുന്നുണ്ട്. റോഷിപാൽ, വെരി ഗുഡ് മോർണിംഗ്. ഒടുവിൽ ആ യുദ്ധം ഫലം കാണുന്നു എന്നുള്ളതാണ്. നമുക്ക് കിട്ടുമോ ഒഴിവാക്കിയ ഖണ്ഡികകളിൽ കുറച്ചെങ്കിലും? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഒന്ന്, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഓഗസ്റ്റ് 19 പുറത്തു വന്നപ്പോൾ അത് വളരെ വിശദമായി പരിശോധിച്ചപ്പോഴാണ് ഇതിൽ ചില തിരിമറികൾ നടന്നുവെന്ന് നമുക്ക് മനസ്സിലാകുന്നതും ഈ വിവരം പുറത്തുവിട്ടതും. അന്ന് 49 മുതൽ 53 വരെയുള്ള പേജുകൾ, 97 മുതൽ 107 വരെയുള്ള ഖണ്ഡികകൾ ഒഴിവാക്കപ്പെട്ടു. അത് ചട്ടവിരുദ്ധമാണെന്ന് മനസ്സിലാവുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് സാംസ്കാരിക വകുപ്പ് ജോയിന്റ് സെക്രട്ടറിക്ക് അപ്പീൽ നൽകി. പക്ഷേ സാംസ്കാരിക വകുപ്പ് ജോയിന്റ് സെക്രട്ടറി അത് തള്ളുകയായിരുന്നു. ഒടുവിലാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ മുന്നിലേക്ക് അപ്പീലുമായി ഞാൻ ഉൾപ്പെടെ എത്തുന്നത്. ആദ്യം നൽകുന്നതും അപ്പീൽ നൽകുന്നതും റിപ്പോർട്ടർ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ തന്നെയാണ്. അന്ന് ആ അപ്പീൽ പിന്നീട് തെളിവെടുപ്പ് നടന്നു. ഞാൻ ഉൾപ്പെടെ ഈ അപ്പീൽ നൽകിയ മാധ്യമപ്രവർത്തകർ, ഏതാണ്ട് 5ഓളം വരുന്ന മാധ്യമപ്രവർത്തകരുണ്ട്. ഞങ്ങൾ നൽകിയ അപ്പീലിൽ തെളിവെടുപ്പ്, വളരെ വിശദമായ വാദപ്രതിവാദങ്ങൾ നടന്നു. ഒടുവിലാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ കണ്ടെത്തിയത് ഞാൻ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകർ നൽകിയ ആ പരാതി, ആ അപ്പീൽ അത് കഴമ്പുണ്ട് എന്ന്. മാത്രവുമല്ല, സാംസ്കാരിക വകുപ്പിന്റെ വിശദീകരണം അത് പൂർണ്ണമായും തള്ളുകയും ചെയ്തു. കാരണം സാംസ്കാരിക വകുപ്പ് ഇത് വെറും ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന രീതിയിൽ അതിന് ലഘൂകരിക്കാനുള്ള ശ്രമമാണ് അന്ന് തെളിവെടുപ്പ് ഘട്ടത്തിലും നടത്തിയത്. പക്ഷേ അത് അംഗീകരിക്കാൻ കഴിയില്ല. ബോധപൂർവമായി ആ പേജുകൾ ഒഴിവാക്കപ്പെട്ടു എന്ന നിലയിലേക്ക് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീമിന്റെ വിലയിരുത്തൽ വരുന്നു. ഒടുവിൽ ഇപ്പോൾ ഇന്ന് ഉത്തരവ് രാവിലെ 11 മണിക്ക് പുറപ്പെടുവിക്കുമ്പോൾ നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു കൂടുതൽ പേജുകൾ പുറത്തുവിട്ടേക്കും. അത് ഈ ഒഴിവാക്കപ്പെട്ട മുക്കിയ പേജുകളല്ലാതെ തന്നെ, ഈ ചട്ടവിരുദ്ധമായി ഒഴിവാക്കിയ പേജുകളല്ലാതെ തന്നെ മറ്റു പേജുകൾ കൂടി പുറത്തുവരും. കാരണം സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഇന്നേ പേജുകൾ ഒഴിവാക്കാം, അത് ഒഴിവാക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു ഉത്തരവിൽ. അതിന് പുറമെ കൂടുതൽ പേജുകൾ ഒഴിവാക്കാനുള്ള അധികാരം സാംസ്കാരിക വകുപ്പിന് നൽകുകയും ചെയ്തു. പക്ഷേ സാംസ്കാരിക വകുപ്പ് പരിശോധിച്ച് അത് പുറത്തുവിടാതിരുന്ന പേജുകൾ അത് സംശയാസ്പദമാണ്, അത് വളരെ വിശദമായി പരിശോധിക്കണമെന്ന നിർദ്ദേശം നമ്മൾ മുന്നോട്ട് വെച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണറായ ഡോക്ടർ എ അബ്ദുൾ ഹക്കീം മുഴുവൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിളിച്ചു വരുത്തി. അത് വളരെ വിശദമായി പരിശോധിച്ചു, അത് താരതമ്യം ചെയ്തു. എന്നിട്ടാണ് ഇന്ന് രാവിലെ 11 മണിക്ക് വിധി പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മുഖ്യ 5 പേജുകൾക്ക് പുറമെ മറ്റു പേജുകൾ കൂടി, ഏറ്റവും നിർണായകമായ പേജുകൾ കൂടി പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം അരുൺകുമാർ. ഓക്കെ, എന്തായാലും റോഷിപാൽ അടക്കമാണ് ആ പരാതി നൽകിയത്. അതിന് ഫലം കാണാൻ പോകുന്നു. ഒളിപ്പിച്ചു വെച്ച പേജുകളും ഖണ്ഡികകളും പുറത്തു വരുമ്പോൾ അതിൽ ആരുടെയെങ്കിലും സൂചനകൾ ഉണ്ടാകുമോ, അതിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമോ എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഏറ്റവും ഗുരുതരമായ ഭാഗങ്ങൾ ഈ വെട്ടിമാറ്റിയ ഭാഗത്തുണ്ടായിരുന്നു എന്നാണ് നമ്മൾ സംശയിക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കടുംവെട്ടിൽ റിപ്പോർട്ടർ TV നടത്തിയ നിയമ പോരാട്ടം ഫലം കാണുന്നു. ഒഴിവാക്കിയ ഖണ്ഡികകൾ ഇപ്പോൾ വിവരാവകാശ കമ്മീഷന്റെ വിധിയിലൂടെ നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയേറുന്നു എന്നാണ് റോഷിപാൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ റിപ്പോർട്ടുകൾ കിട്ടുന്ന മുറയ്ക്ക്, പാരഗ്രാഫുകൾ കിട്ടുന്ന മുറയ്ക്ക് വളരെ വേഗം റിപ്പോർട്ടർ TV അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കും. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ഹേമ കമ്മിറ്റി ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതും റിപ്പോർട്ടർ TVയാണ്. 49 മുതൽ 97 മുതൽ 107 വരെയുള്ള ഖണ്ഡികകളാണ് ഒഴിവാക്കിയത് 5 പേജുകളിലായിട്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കിട്ടുമെന്ന് തന്നെയാണ് നമ്മളുടെ പ്രതീക്ഷ. നമുക്ക് കാത്തിരിക്കാം വിവരാവകാശ കമ്മീഷണറുടെ വിധിക്കായി.